ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. 6 കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്, ഈ വ്യക്തി നിങ്ങളുമായി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഈ നിമിഷം വരെയും യഥാർത്ഥ സ്നേഹത്തോടെയാണോ നിലനിന്നിട്ടുള്ളത്? ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് പോകാം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും എങ്ങനെയാണ് എപ്പോഴും ഈ വ്യക്തി നോക്കി കാണുന്നത്? ഓക്കെ, എപ്പോഴുമുള്ള എനർജിയാണ്, ഓൾ ടൈം എനർജിയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 കാർഡ്സ് ആണ് ഈ ഒരു സെയിം എനർജിയിൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നോക്കാം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും എങ്ങനെയാണ് ഈ പേഴ്സൺ ഓൾ ടൈം ആയിട്ട് കാണുന്നത്? ആർക്കേഞ്ചൽ റാസിയേൽ എന്ന് പറയുന്ന ഏഞ്ചലിന്റെ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഏഞ്ചലിന്റെ ഒരു പ്രസൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇൻസ്പിറേഷൻ മിസ്റ്ററീസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് അത്രയും അധികം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പേഴ്സണെ എവിടേക്കോ എങ്ങനെയൊക്കെയോ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നല്ലതുപോലെ തന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലായിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ടുപോയപ്പോഴുള്ള അവസ്ഥയിലായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ഈ പേഴ്സണെ, അതായത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പേഴ്സണെ സഹായിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കോംപ്ലിക്കേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചതും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം, മോട്ടിവേഷൻ ആയതും ഇൻസ്പിറേഷൻ ആയതും നിങ്ങളെ കണ്ടിട്ടാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ പേഴ്സൺ ഇതുവരെയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ സാധിച്ചിട്ടില്ല, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ എന്താണ് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഉറപ്പായിട്ടും ചില നിഗൂഢതകൾ ഉണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ആ നിഗൂഢതകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പേഴ്സൺ പല പ്രാവശ്യം ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അതിന് സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു പോകുന്ന രീതിയിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. പക്ഷെ എങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും, എങ്ങനെയൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞു പോകാൻ സാധിക്കില്ല. കാരണം അവിടെ വീണ്ടും നിങ്ങൾ ഒന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു ഏഞ്ചൽ പ്രവർത്തിക്കുന്നത്. ആർക്കേഞ്ചൽ റാസിയൽ മാലാഖയാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഏഞ്ചലിന്റെ എനർജി വളരെയധികം പോസിറ്റീവായിട്ടും വളരെയധികം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് എന്നും നിങ്ങളൊരു മോട്ടിവേഷൻ ആയിരിക്കും, എന്നും നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും നോക്കി കാണുന്നത്. ഈ സെയിം എനർജിയിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. യെസ്, റിലേഷൻഷിപ്പ് റിപ്പീറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു രാജകുമാരനും രാജകുമാരിയും ഒരു സദസ്സിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള വേറെ കപ്പിൾസിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വെഡ്ഡിങ് ഇവന്റ് ആണ് അല്ലേ? വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ട് ഒരുപാട് കപ്പിൾസ് ഡാൻസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഡാൻസ് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റ്, റിലീസ് ഓർ എൻജോയ്. അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിച്ച് വരുന്ന ഒരു എനർജി.
അത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പൊ പല പ്രാവശ്യവും നിങ്ങൾ രണ്ടുപേരെയും വേർപിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളതായി നമുക്കിവിടെ കാണാം. അത് ഈ പേഴ്സൺ വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം, വേറെ സാഹചര്യത്തിലേക്ക് പോകുന്നതായിരിക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് കുടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ഈ പേഴ്സന്റെ മനസ്സിലാണെങ്കിലും നിങ്ങൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഇമാജിനേഷൻ, അതായത് ഇമാജിനറി ഫാന്റസി വേൾഡിലാണ് നിങ്ങൾ രണ്ടുപേരും നടക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മാത്രമാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്ന്. പക്ഷെ ഈ പേഴ്സണും നല്ല രീതിയിൽ തന്നെ ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഇതെന്ന് പറയുന്നത് എല്ലാ സ്റ്റേജസിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ രണ്ടു പേരുടെയും പരിശുദ്ധമായിട്ടുള്ള പ്രണയം തന്നെയാണ്. ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കുട്ടിക്കാലം തൊട്ടേ ആയിരിക്കാം, ചൈൽഡ്ഹുഡ്, അതായത് കുട്ടിക്കാലം തൊട്ട് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലമായിട്ട് സുഹൃത്തുക്കളായിരുന്ന ആൾക്കാരായിരിക്കാം, അതിലൂടെ പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നതാകാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് വലിയൊരു ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്, വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ റിലീസാണ്. കാരണം റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിൽ കിടക്കുന്നതും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ആ ഒരു കാര്യങ്ങൾ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യാനായിട്ടും നിങ്ങൾ രണ്ടുപേരെ കൊണ്ടും ഒരു പരിധി വരെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ ഫാമിലി ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരാൾ സിംഗിൾ ആയിരിക്കാം, ഡിവോഴ്സി ആയിരിക്കാം, വിഡോ ആയിരിക്കാം. ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു റിഫ്രഷ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഈ പേഴ്സണും ലഭിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സെയിം എനർജിയിൽ തന്നെ ഒരു കാർഡും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ടീച്ചറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു ടീച്ചറായിട്ടാണ്, ഒരു ഗുരുവായിട്ടാണ്. അത് സ്പിരിച്വലി ആണോ, പേഴ്സണലി ആണോ, അല്ലെങ്കിൽ എന്താ പറയുക ബിഹേവിയർ പരമായിട്ടാണോ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണോ, അക്കാഡമിക്സ് പരമായിട്ടാണോ, ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിരിക്കാം ഈ വ്യക്തി, അല്ലെങ്കിൽ ഇവര് നിങ്ങളുടെ സ്റ്റുഡൻ്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അധ്യാപിക, ആ ഒരു രീതി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ഈ പേഴ്സന്റെ ഗുരുവാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ മര്യാദക്ക് പെരുമാറാനും നന്നായി മുന്നോട്ട് പോകാനും മേ ബി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു നന്ദി, കടപ്പാട്, അതൊക്കെയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് ചിലപ്പോൾ ഈ പേഴ്സൺ ചില കാര്യങ്ങളിൽ വളരെയധികം അഡിക്ഷൻസ് പരമായിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. മോശപ്പെട്ട സ്വഭാവം, അല്ലെങ്കിൽ മോശപ്പെട്ട ശീലങ്ങൾ, അല്ലെങ്കിൽ ലൈഫിലൊന്നും ആകാതെ മുന്നോട്ട് പോവുക, ഒരു വട്ടപൂജ്യമായിട്ട് ഇരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ അറിവ് പകർന്നു കൊടുക്കുകയും മുന്നോട്ട് ഇൻസ്പിറേഷൻ ആവുകയും ഈ പേഴ്സണെ കൈ പിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവന്നതും നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം കടപ്പാട്, നന്ദി, സ്നേഹം എല്ലാം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സൺ അങ്ങനെ പെട്ടെന്ന് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. നിങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ ലവറാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഓർ ഹസ്ബൻഡ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഫിയാൻസി ആണ്, അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ആണ്, ഗേൾ ഫ്രണ്ട് ആണ്, അങ്ങനെ ജസ്റ്റ് ഒരു വാക്കിൽ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ബിക്കോസ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ്, ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണ് പറയാനുണ്ട് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ വേറെ ആരെങ്കിലും ഈ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തി അങ്ങനെയായിരിക്കും പറയുണ്ടാവുക. ഓക്കെ, ബിക്കോസ് എനിക്ക് അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ഹീസ് മൈ എവറിത്തിങ് അല്ലെങ്കിൽ ഷീസ് മൈ എവറിത്തിങ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം. ഓക്കെ, അപ്പം
അന്നും ഇന്നും ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളോടുള്ള മനോഭാവം ഈ പേഴ്സൺ എന്താണ്, അതായത് ഒന്നും കൂടി ആ ഒരു എനർജിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ തുടക്കം മുതൽ അവസാനം വരെ നോക്കുകയാണെങ്കിലും വിഷിംഗ് വെൽ ആണ്. അതായത് ഈ പേഴ്സൺ പണ്ട് എപ്പോഴേക്കോ മാനിഫെസ്റ്റേഷൻ ചെയ്തു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ഉറപ്പാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം. ശക്തമായിട്ടുള്ള ഒരു വിഷിംഗ് മെന്റാലിറ്റി, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യം വിഷ് ചെയ്തു, ആഗ്രഹിച്ചു, അതൊരു പരിപൂർണതയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ബിക്കോസ് ആ ഒരു എനർജിയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ പണ്ടെപ്പോഴോ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിയിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ രൂപവും ഭാവവും ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, വളരെയധികം സമാധാനപരമായിട്ട് രീതിയിലുള്ളൊരു സ്വഭാവമായിരിക്കാം നിങ്ങളുടേത്. സോ ഈ പേഴ്സൺ വളർന്നു വന്ന രീതി എന്ന് പറയുന്നത് വളരെയധികം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നായിരിക്കാം ഈ പേഴ്സൺ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ജീവിച്ചു പോന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ടൊക്കെ ഈ പേഴ്സണ് വളരെയധികം പ്രചോദനമായത് നിങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പണ്ടെപ്പോഴേക്കോ നല്ല രീതിയിൽ തന്നെ വിഷ് ചെയ്തിട്ടുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു പേഴ്സണെ വേണമെന്ന്. ഓക്കെ, അത് ഫിസിക്കൽ ഫീച്ചേഴ്സ് പരമായിട്ടായിരിക്കാം, സ്വഭാവപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏത് ഒരു ഫാന്റസി വേൾഡിൽ എന്ന പോലെ ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വിഷിംഗ് ആണ് കാണിക്കുന്നത്, ആഗ്രഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ അത് അത്രയും കാലത്തെ ആഗ്രഹമായിരിക്കണം, കുറെ കാലത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കണം, കുറെ കാലത്തെ ഒരു ആഗ്രഹം, പ്രാർത്ഥനയായിരിക്കണം, അല്ലെങ്കിൽ മനസ്സ് അത്രയും വേദനിച്ചിട്ടുണ്ടാകണം പേഴ്സണൽ ലൈഫിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ആഗ്രഹിച്ച എന്തോ ഒരു സ്വർണ്ണക്കട്ടി, അല്ലെങ്കിൽ എന്തോ ഒരു ഡയമണ്ട്, ഒരു വിലപിടിപ്പുള്ള ഒരു വസ്തു ഈ പേഴ്സണ് കിട്ടി എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ്, കോൺഫിഡന്റിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് തീർത്തും അങ്ങനെ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു സെയിം എനർജിയിൽ തന്നെ മുന്നോട്ട് ഈ പേഴ്സന്റെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വീണ്ടും പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെഡ്ഡിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ടേക്കിംഗ് യുവർ റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. യെസ്, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നിലച്ചു പോകുന്ന ഒരു കാര്യമല്ല. ഇതെപ്പോഴും നിലനിന്ന് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു എനർജി തന്നെയാണ്. നമുക്കത് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ അത്രയും അധികം ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കയറ്റമാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കീഴ്പോട്ട് പോകാനോ നിലംപതിച്ചു പോകാനോ ഇത് നശിച്ചു പോകാനോ ഉള്ളതല്ല. ബിക്കോസ് അത്രയും ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് നിങ്ങൾ. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ഇൻസ്പയർഡ് ആണ്, മോട്ടിവേറ്റഡ് ആണ്. ആ ഒരു രീതി അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിൽ നിന്നും ഒക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാതയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങൾ. അപ്പൊ ആ ഒരു രീതിക്ക് വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, ഒരുപാട് നിങ്ങളുടെ അടുത്ത് കടപ്പാടുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഒരുപാട് ഒരു സന്തോഷമാണ് ഈ പേഴ്സണ് മുന്നോട്ട് ജീവിക്കുന്നതിൽ. ഇസ് ഇസ് ബിക്കോസ് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അതാണ്. ബിക്കോസ് ദിസ് പേഴ്സൺ ലവ്സ് യു, അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അല്ലാതെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ട് പോകാനല്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വിധി തീരുമാനിക്കുമ്പോൾ ഒന്നിക്കുക, അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു താല്പര്യമില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു എനർജിയിലല്ല ഈ പേഴ്സൺ നിൽക്കുന്നത്. എനിക്ക് വേണം, എൻ്റെ റിലേഷൻഷിപ്പാണ്, ഐ വാണ്ട് ടു കംപ്ലീറ്റ് ഇറ്റ്, അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത്. അതാണ് നമുക്ക് ആ ഒരു വെഡ്ഡിങ് എനർജി തന്നെ വന്നിട്ടുള്ളത്. അതാണ് ഏതൊരു കണക്ഷന്റെയും ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത്, അല്ലെ? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് ലൈഫിൽ. ആസ് എ ലവേഴ്സ് റിലേഷൻഷിപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിലും ആ ഒരു വെഡ്ഡിങ് എന്ന് പറയുന്ന കാര്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയുന്നത് നോക്കാം. എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി?
ബ്രിജിറ്റ് ഇന്നർ സ്ട്രെങ്ത് ആണ്. ഇതിൽ കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേർണിയിലായിട്ട് കാണിക്കുന്നുണ്ട്. മൂവ് ബാക്ക് ടു വോൾനെസ്, റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് ദ പവർ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ 2 പേരുടെയും ആ ഒരു ഇന്നർ സെൽഫ്, അതായത് ആ ഒരു സോളിന്റെ പവർ അല്ലെ, സോൾ ഫ്ലെയിം ആണ്, സോളിന്റെ പവർ ആണ്. ആത്മാവ് അത്രയും, ഓരോ ആത്മാവിനും അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത്. ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളാണെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതും അത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതും അല്ലെങ്കിൽ കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതെല്ലാം ഒരു നിമിത്തമാണ്. ഇറ്റ്സ് നോട്ട് പ്രീ പ്ലാൻഡ്. ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാലയളവിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതും നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത്. ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് നിങ്ങളെ ആണെങ്കിലും ഈ പേഴ്സണെ ആണെങ്കിലും. അത് ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിലും ബ്രേക്കപ്പിലാണെങ്കിലും ഏത് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെയധികം നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് വേർഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റി എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും അത്രയും ഒരു സ്ട്രോങ്ങസ്റ്റ് വെർഷനിലേക്ക് പോകാൻ പറ്റി, അത്രയും പവർഫുൾ ആകാൻ പറ്റി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തകർന്ന് വീഴുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ അത്രയും ഒരു സ്ട്രെങ്ത് വെർഷനിലേക്ക് വന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടേതായിട്ടുള്ള ചട്ടക്കൂടുകളിൽ മാത്രം ഒതുങ്ങി ചിറകൊതുക്കി വെച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്താണ് അതിൽ നിന്നും ഒക്കെ പുറത്തേക്ക്, നിങ്ങളുടെ കംഫർട്ട് സോൺ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈ പേഴ്സന്റെയും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് 2 പേർക്കും ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം ബിക്കോസ് ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പ്രശസ്തരിക്ക് പോലും അത് പല തരത്തിലുള്ള മാറ്റങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, പ്രശസ്തരിക്ക് പോലും അവരുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയൊക്കെ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഓക്കെ, ദ റണ്ണർ, മേ ബി ഒരാൾ റൺ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, ഒരാൾ റണ്ണർ, മറ്റാൾ ചേസർ ആയിരിക്കാം. ഡ്രീമിങ് ഫാന്റസീസ് നമുക്ക് ഇന്നിവിടെ കാണാൻ പറ്റുന്ന വളരെയധികം ഒരു ഫാന്റസീസിൽ നിറഞ്ഞ് മുഴുകി നിൽക്കുന്ന ആൾക്കാരെയാണ്. യെസ്, ട്വിൻ ഫ്ലെയിം നമ്മൾ ഓൾറെഡി കണ്ടു. കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, എല്ലാവരും ട്വിൻ ഫ്ലെയിമിലാണ് എന്നല്ല, ഇറ്റ്സ് എ ജനറൽ റീഡിങ്. പക്ഷേ ട്വിൻ ഫ്ലെയിം എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, റെയിൻബോ കാണുന്നുണ്ടാകാം, മഴവില്ല്, ഫുൾ മൂൺ പ്രയർ, അമാവാസി പൗർണമിയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളം വെച്ചിട്ടൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനകൾ, കാര്യങ്ങൾ, റിയൂണിയൻ കാണിക്കുന്നുണ്ട്, സ്പിരിച്വൽ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ സ്പിരിച്വൽ പരമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു കണക്ഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. പോസിറ്റീവായിട്ടുള്ള കമന്റ് ആകാനായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.